ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം കലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം. അമൃതാത്മാക്കളെ, വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ ആധാരമാക്കി നിങ്ങളോട് സംസാരിക്കാനാണ് സംഘാടകർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പഠനത്തിൽ പരിപൂർണ ഏകാഗ്രത ലഭിക്കുന്നത് എങ്ങനെ, അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട്, അലസത എങ്ങനെ ഒഴിവാക്കാം, ഊർജ്ജസ്വലമായി പഠിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് എങ്ങനെ, ജാഗ്രതയുള്ള ഒരു മനസ്സ് എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം, നാനാവിധത്തിലുള്ള ഭയങ്ങളെ അതിജീവിക്കുന്നത് എങ്ങനെ, പഠനത്തിൽ ഗവേഷണ ബുദ്ധി വികസിപ്പിക്കുന്നത് എങ്ങനെ. ചോദ്യങ്ങളിൽ ഒട്ടുമുക്കാലും സമാന സ്വഭാവം പുലർത്തുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവശ്യം ചില ധാരണകൾ നമ്മുടേത് തിരുത്തേണ്ടതുണ്ട്. സമാന സ്വഭാവമുള്ള ഈ ചോദ്യങ്ങളെ നോക്കിക്കാണുന്നതിന് മുമ്പ് നമ്മൾ വെച്ചു പുലർത്തുന്ന കുറെ ധാരണകൾ ആധുനികമായുണ്ട്. 2, അതിനെ എത്രത്തോളം ശരിയാണ് എന്ന് പരിശോധിച്ചിട്ട് അവയെ വിവേചിച്ചറിയേണ്ടത് ആവശ്യമാണ്. 2, ഏകാഗ്രത, അതുപോലെ തന്നെ പഠിക്കാനുള്ള താല്പര്യം, ആലസ്യത്തിൻ്റെ നാശം മുതലായവ ശരീരം എന്ന നിലയിൽ എങ്ങനെ, മനസ്സെന്ന നിലയിൽ എങ്ങനെ, ഇവയെയുമൊക്കെ അപഗ്രഥിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിലേ ഈ പഠനം പൂർണ്ണമാവുകയുള്ളൂ. വളരെ എളുപ്പത്തിലുള്ള ഒരു അന്വേഷണം എന്ന നിലയിൽ ടെക്നിക്കുകളുടെ കാലമാണ്. അതായിരിക്കും ഒരുപക്ഷെ കുട്ടികളും രക്ഷകർത്താക്കളും ഇത്തരം കാര്യങ്ങൾക്ക് വിളിച്ചു കൂട്ടുമ്പോൾ ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ പ്രചരിപ്പിക്കുന്നതും. അത്തരം പ്രചരണങ്ങൾ പോലും എത്രത്തോളം ശരിയാണ്, എത്രത്തോളം ശാസ്ത്രീയമാണ് ഏകാഗ്രതയുണ്ടാക്കുന്നതിനുള്ള ടെക്നിക്കുകൾ, ഇവയൊക്കെ അപഗ്രഥിച്ചു വേണം ഈ വിഷയത്തെ നമ്മൾ പഠിക്കാൻ. പ്രഥമമായി ആധുനിക സമൂഹം മനുഷ്യജീവനെ ഫ്രീ വില്ലുള്ളതായാണ് കാണുന്നത്. എന്നാൽ വ്യക്തിക്ക് ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിനയമുണ്ടാകുന്നത്. അപ്പോൾ മാത്രമാണ് വിഷയങ്ങളിൽ ഏകാഗ്രതയും വരുന്നത്. കഴിഞ്ഞ ഒരു 50 വർഷമായി നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ശാസ്ത്രീയ രംഗങ്ങളിൽ നാം പറഞ്ഞു കേൾക്കുന്നതെല്ലാം ഫ്രീ വില്ലുണ്ട് നമുക്ക് എന്നാണ്. കുട്ടികളെ അച്ഛനമ്മമാർ വളർത്തിക്കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നതും ഫ്രീ വില്ലിലൂടെയാണ്. അതിൻ്റെ പരീക്ഷണത്തെ 3 ദിശകളിൽ നോക്കിക്കാണുക. 1, സ്വന്തമായ ബൗദ്ധിക ശേഷി സമഗ്രമായി പ്രയോഗിക്കാവുന്ന തരത്തിൽ ആധുനിക ലോകം വികസിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഓരോ രംഗങ്ങളെയും എടുത്തു. സൃഷ്ടിന്മുഖമായ കർമ്മങ്ങൾ നടക്കുന്ന കെട്ടിട നിർമ്മാണ രംഗങ്ങൾ, രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രംഗങ്ങൾ,
പുതിയ പുതിയ സ്ഥാപനവൽക്കരണങ്ങളുടെ രംഗങ്ങൾ, വിദ്യാഭ്യാസ രംഗങ്ങൾ, വൈദ്യശാസ്ത്ര രംഗങ്ങൾ, ഇവയെ സത്യസന്ധമായി അപഗ്രഥിച്ചാൽ അവയുടെ സൃഷ്ടിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് പൂർണ്ണമായും ആധുനിക വിദ്യാഭ്യാസം ലഭിക്കാത്തവരെ മാറ്റിക്കഴിഞ്ഞിട്ട് അവയെ മുന്നോട്ട് കൊണ്ടുപോകാനും അവയെ സൃഷ്ടിച്ചെടുക്കുവാനും ആധുനിക വിദ്യാഭ്യാസത്തിന് എത്ര യോഗ്യതയുണ്ട് എന്ന് ആദ്യം ആലോചിക്കുക. അപഗ്രഥന രീതി മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. കേരളത്തിന് പുറത്തുമായി നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള ഏകാഗ്രതയേക്കാൾ കൂടുതൽ ആ വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളെ, വിദ്യാഭ്യാസമുള്ള അതിലെ അധ്യാപകരെ, വിദ്യാഭ്യാസമുള്ള അതിലെ മിനിസ്റ്റീരിയൽ രംഗത്തെ തൊഴിലാളി വർഗത്തെ, വിദ്യാഭ്യാസം വളരെ കൂടിയ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനുകളെ മുഴുവൻ വെട്ടുന്ന ഏകാഗ്രത വിദ്യാഭ്യാസമില്ലാത്ത ആ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തവർക്കുണ്ടോ എന്ന് ആദ്യം ആലോചിക്കുക. അപഗ്രഥന രീതി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അപഗ്രഥനത്തിന്റെ രീതി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഈ സാധ്യതയിൽ നിങ്ങൾ ആരെങ്കിലും ഗവേഷണം ചെയ്യുകയോ പഠിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഗവേഷണം നടത്തുമ്പോൾ സമഗ്രമാണോ എന്നുള്ളത് അറിയുന്നതിന് ഇത്തരത്തിലൊരു ചിന്ത ആദ്യം നിങ്ങൾ വെച്ച് പുലർത്തുക. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് പഠിക്കാൻ പോകുന്നത്. Am I right? അവരെ വിടുന്ന രക്ഷാകർത്താക്കൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. എഗ്രീഡ്? MBBS-നും എഞ്ചിനീയറിംഗിനും ഒക്കെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് മിക്കവാറും പോകുന്ന പിള്ളേരുടെ ഭൂരിപക്ഷം എടുത്താൽ അവരുടെ എല്ലാ അച്ഛനമ്മമാർ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. അല്ല, exceptions are very few. ശരിയല്ല? ശരിയാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള അച്ഛനമ്മമാർ അവരുടെ കയ്യിൽ നിന്ന് അവർ സമ്പാദിച്ച പണം മുഴുവൻ വാങ്ങിച്ച് സീറ്റ് കൊടുക്കാൻ തക്കവണ്ണമുള്ള ഏകാഗ്രതയും ബുദ്ധിശക്തിയും വൈഭവവും യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത അത് നടത്തുന്ന ആളുകൾക്കുണ്ട് എന്നാണ് ഞാൻ ഉപയോഗിച്ച പദം. ഗവൺമെന്റിന്റെ മുമ്പിൽ കണക്കുകൾ വയ്ക്കാൻ അവർ വിലയ്ക്ക് വാങ്ങുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയാണ്. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവനാണ്. അയാളെ വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. Am I right? ഗവൺമെന്റ് വയ്ക്കുന്ന കമ്മീഷനുകളെയും ഗവൺമെന്റ് നിയോഗിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെയും മുഴുവൻ ഇത്തരക്കാർ പൈസ കൊടുത്തിങ്ങ് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞവരുടെ എല്ലാം വിദ്യാഭ്യാസ യോഗ്യതയും മാന്യതയും അവരുടെ ഏകാഗ്രതയും മുഴുവൻ മറ്റേയാളിന് പണയപ്പെടുത്തുവാൻ ഒരു നിമിഷം പോലും ബുദ്ധിമുട്ടില്ലാതിരിക്കുമ്പോൾ കൃത്യമായ ഏകാഗ്രതയിൽ കർമ്മം ചെയ്യുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞ അവരാണ് എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്രപരമായൊരു പഠനത്തിനൊരുങ്ങിയാൽ അപ്പോൾ ഏകാഗ്രത എന്ന് പറയുന്ന സാധനവും കൃത്യത എന്ന് പറയുന്ന സാധനവും കൃത്യനിഷ്ഠ എന്ന് പറയുന്ന സാധനവും വിദ്യാഭ്യാസം കൊണ്ട് വളർന്നു വരുന്നു എന്ന് വിശ്വസിക്കുവാൻ പ്രയാസമുണ്ടാകുന്ന ഒരു രംഗമെങ്കിലുമുണ്ട് എന്ന് തീർച്ചയാണ്. തുടക്കത്തിലെ നിങ്ങൾ പസിൽഡായോ? ഏകാഗ്രതയുടെ ചരിത്രം ചൂണ്ടിക്കാണിക്കാനാണ് പറഞ്ഞത്. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും യോജിച്ചു വെച്ചല്ലാതെ ഒരു പഠനം സമഗ്രമാവില്ല. ഗുജറാത്തിലെ കോടീശ്വരനായ ഒരുവന്റെ വീട്ടിലൊരാളെത്തുമ്പോൾ
അതിലുള്ളവർക്ക് 10ാം ക്ലാസ് വരെയുള്ള മട്രിക്കുലേഷൻ വരെയുള്ള വിദ്യാഭ്യാസമേ മിക്കവാറും എല്ലാവർക്കും ഉള്ളൂ. തൻ്റെ മകനെയും പഠിക്കാൻ 10ാം ക്ലാസ് വരെ വിടുന്നുള്ളൂ എന്ന് തീരുമാനിക്കുമ്പോൾ കോടീശ്വരനായ വ്യവസായ സാമ്രാജ്യമുള്ള ആ കാരണവരോട് വിദ്യാഭ്യാസമുള്ള ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് മക്കളെ കൂടുതൽ വിദ്യാഭ്യാസത്തിന് വിടാത്തത്? വിദ്യാഭ്യാസമുള്ളവനെ വില കൊടുത്താൽ എവിടെയും കിട്ടും. ഏകാഗ്രതയും കോമൺ സെൻസും വില കൊടുത്താൽ കിട്ടില്ല. അത് നഷ്ടപ്പെട്ടാൽ ഈ വ്യവസായ സാമ്രാജ്യം തകർന്നു പോകും. അയാളുടെ കാഴ്ചപ്പാട് നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക്, അയാളുടെ കാഴ്ചപ്പാട് നമ്മളുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക്, അയാളുടെ കാഴ്ചപ്പാട് നമ്മളുടെ വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾക്ക്, അയാളുടെ കാഴ്ചപ്പാട് വിദ്യാഭ്യാസത്തെ ആഗ്രഹിച്ചു പോകുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് ഇല്ല. അയാളുടെ കാഴ്ചപ്പാട് ശരിയോ തെറ്റോ എന്ന് നമുക്ക് അപഗ്രഥിക്കേണ്ടിയിരിക്കുന്നു. അത് രണ്ടാമത്തെ കാര്യം. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലെന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളിൽ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡേർഡിൽ ഒഴിച്ച് അതിന് മുമ്പുള്ള സ്റ്റാൻഡേർഡുകളിലെ പരീക്ഷ എഴുതിച്ചാൽ എത്ര പേർ ജയിക്കുമായിരിക്കും? ചോദ്യം മനസ്സിലായില്ല. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഒരു 7ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് കൊണ്ടിരുത്തിയാൽ നിങ്ങൾ എത്ര പേർ ജയിക്കും? എന്റെ ചോദ്യം അസംബന്ധമാണെന്ന് വിചാരിക്കാം. നിങ്ങളിൽ എത്ര പേർ ജയിക്കും? ഞാൻ ആരും ജയിക്കില്ല എന്ന പദമോ എല്ലാവരും ജയിക്കുമെന്ന പദമോ രണ്ടും ഉപയോഗിക്കുന്നില്ല. പക്ഷേ വളരെ ക്ലിഷ്ടമായിരിക്കും ആ പരീക്ഷ എന്ന് മാത്രം ഞാൻ പറയാം. ഇസ് ഇറ്റ് റൈറ്റ്? വളരെ ക്ലേശപൂർണമായിരിക്കും ആ പരീക്ഷ. കാരണം നിങ്ങളിൽ നല്ലൊരു ശതമാനവും ഇന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അധികം ശ്രദ്ധാവഹമായി പരീക്ഷകളെ ജയിക്കുന്നതും മാർക്ക് വാങ്ങിക്കുന്നതും പെൺകുട്ടികളാണ്. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകളിലും കൂടുതലായി പങ്കെടുക്കുന്നത് പെൺകുട്ടികളാണ്. വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ് മുതലായ രംഗങ്ങളിലൊക്കെ വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കിയാലും ക്ലാസ് റൂമിൽ പെൺകുട്ടികളാണ് കൂടുതൽ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 20:1 എന്ന അനുപാതത്തിൽ താഴെയാണ് ആൺകുട്ടികളുടെ നില കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത്. പ്രത്യേകിച്ചും സവർണ സമൂഹങ്ങളിൽ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം വളരെയേറെ പിന്നോക്കമാവുകയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കൂടുകയും ചെയ്യുന്നതുകൊണ്ട് സ്വന്തം ജാതിയിൽ നിന്നും സ്വന്തം മതത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഇന്ന് കൂടി വരികയാണ് കേരളത്തിൽ. അതിൻ്റെ പേരിലുള്ള മിശ്ര വിവാഹങ്ങൾ കൂടി വരുന്ന ഒരു കാലവുമാണിത്. എൻ്റെ സ്ഥിതിവിവര കണക്കുകളൊക്കെ യോജിക്കാവുന്നവയാണോ? സാധ്യതാ പഠനങ്ങളിലെങ്കിലും യോജിക്കാവുന്നവയാണോ? മുതിർന്നവരും കുട്ടികളും ഒക്കെ ഒന്നിച്ചിരിക്കുന്നിടത്താണ് ഞാൻ പറയുന്നത്. ഇസ് ഇറ്റ് ട്രൂ? ഇതൊക്കെ നിങ്ങളുടെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഇനിയും പഠനവിധേയമാക്കിയിട്ടില്ല. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ മാറ്റം ഉണ്ടാകുമ്പോൾ പഠിച്ചിറങ്ങുന്ന ഈ പെൺകുട്ടികളിൽ എത്ര പേർ തൊഴിലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട് എന്ന് കൂടെ നോക്കുക. എത്ര പേർക്ക് ആ പഠിച്ച വിദ്യയുടെ അടിസ്ഥാനത്തിൽ വിജയിക്കാൻ കഴിയുന്നുണ്ട് എന്നുകൂടി നോക്കുക. പഠിച്ച വിദ്യയ്ക്ക് വെളിയിൽ വേറെ ജോലി തേടുന്നവർ എത്രയാണെന്ന് നോക്കുക. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഏകാഗ്രത നഷ്ടപ്പെട്ടു എന്നുള്ളതിലേക്കുള്ള ചൂണ്ടുപലകയായി കാണാൻ കഴിയുമോ എന്ന് കൂടി നോക്കുക. ഞാൻ കുറേ ചോദ്യങ്ങൾ ആദ്യം അങ്ങ് ഇട്ട് തന്നിട്ടാകാം ഒരറ്റത്തു നിന്ന് പിടിക്കുന്നതെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. കാരണം വ്യക്തതയുള്ള ഒരു ചരിത്രമില്ലാതെ ഒരു കാര്യം പഠിക്കുന്നത് തെറ്റാണ്. നാളെ രാവിലെ നിങ്ങളെല്ലാം ഏകാഗ്രതയുള്ളവരാക്കി തരാം, അതിനൊരു ടെക്നിക്ക് എൻ്റെ കയ്യിലുണ്ട്, അതിന് ഒരു കുപ്പി മരുന്ന് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന കച്ചവടമാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. Am I right? ഈ കച്ചവടത്തിലൊക്കെ ചെന്ന് സാധാരണക്കാരൻ വീഴുന്നുണ്ട്. വസ്തുതാപരമായി ഏകാഗ്രത എവിടെ നിന്നുണ്ടാകുന്നു
അതിൻ്റെ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് സ്വഭാവേന വളരുന്നത്, അതെങ്ങനെ പ്രയോജനപ്പെടും, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലെ ചരിത്രപരമായ ഒരു അംശത്തിലേക്ക് നീങ്ങുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് സൃഷ്ടിന്മുഖമായ രംഗങ്ങളിൽ കേരളത്തിലുണ്ടായിട്ടുള്ള സ്ഥാപനവൽകൃത ലോകങ്ങളെ നോക്കിയാൽ അവയുടെ സൃഷ്ടിയെല്ലാം വിദ്യാഭ്യാസം ആധുനികമായി ഏറ്റവും കുറഞ്ഞവരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സംഭവിക്കരുതാത്തതാണ്. വിദ്യാഭ്യാസത്തിന് മാന്യതയുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാവുന്ന സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസമുള്ളവനിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ഇസ് ഇറ്റ് റൈറ്റ്? പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസം ഒരിക്കലും സ്ഥാപനങ്ങളെ കെട്ടിപ്പടുക്കുവാനോ നിലനിർത്തുവാനോ അതിനെ മാനേജ് ചെയ്യാനോ പറ്റുന്ന വിധത്തിലേക്ക് രൂപാന്തരപ്പെടുന്നില്ല. എന്ന് തന്നെയുമല്ല, ഇന്ത്യൻ സാഹചര്യത്തിൽ ഡോക്ടർമാർ നടത്തുന്ന ആശുപത്രികളുടെ എണ്ണം നോക്കുക, എത്ര എണ്ണം സാമ്പത്തികമായി മെച്ചപ്പെടുന്നുവെന്ന് നോക്കുക, എത്ര എണ്ണം സദാചാരപരമായി ഉന്നത നിലവാരം പുലർത്തുന്നുവെന്ന് നോക്കുക, എത്ര എണ്ണത്തിലെ തൊഴിലാളികൾ തൃപ്തരാണെന്ന് നോക്കുക. ആ ഫീൽഡിലുള്ള ഡോക്ടർമാർ ചേർന്ന് നടത്തുന്ന ഒരു ആശുപത്രി. കേരളത്തിൽ അനേകം ആശുപത്രികളുണ്ട്. ആശുപത്രികളുടെ ഒരു ഹിസ്റ്ററി എടുക്കുക. ആയുർവേദത്തിൻ്റെയും മോഡേൺ മെഡിസിൻ്റെയും ഹോമിയോപ്പതിയുടെയും ഒക്കെ ആശുപത്രികൾ ധാരാളം ഉണ്ട് കേരളത്തിൽ. മോഡേൺ മെഡിസിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ പോയി എടുക്കുക. നിങ്ങൾ പഠിച്ചിട്ട് നാളെ ഡോക്ടറാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാൻ പോവുകയാണ്. ആ നടത്തുന്ന സ്ഥാപനങ്ങളിൽ എത്ര എണ്ണം അത് അർഹിക്കുന്ന തലത്തിൽ ലാഭകരമായി ഓടുന്നുണ്ട് ഒരു വ്യവസായം എന്ന നിലയിൽ? നമ്പർ 1. അതാണല്ലോ ഒരു വ്യവസായത്തിൻ്റെ ഫണ്ടമെന്റൽ. am I right? 2, അതിലെ തൊഴിലാളികൾ എത്ര തൃപ്തരാണ്? മാനേജ്മെന്റ് തലത്തിൽ വരുന്ന സ്റ്റാഫ് എത്ര കണ്ട് തൃപ്തരാണ്? നാട്ടുകാർ ആ സ്ഥാപനം കൊണ്ട് എത്ര തൃപ്തരാണ്? അതിൻ്റെ സമീപത്തുള്ളതായ അതിനോട് ചേർന്ന് വരുന്ന തൊഴിൽ ലഭിക്കുന്നവർ, പെട്ടിക്കടകൾ, ലോഡ്ജുകൾ, ടാക്സികൾ, ഇതിലൊക്കെ ഉള്ളവർ എത്ര കണ്ട ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് തൃപ്തരാണ്? ഇവരെയെല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സാമൂഹികമായ നന്മ നിലനിർത്തിക്കൊണ്ട് രോഗികളെ തൃപ്തരാക്കിക്കൊണ്ട് ലാഭം കൊയ്തുകൊണ്ട് നടത്താൻ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്നവൻ പര്യാപ്തനാകുന്നില്ല എങ്കിൽ എവിടെയോ ഒരു പന്തികേട് വിദ്യാഭ്യാസത്തിനുണ്ട്. ഇസ് ഇറ്റ് അഗ്രിയബിൾ? ഇങ്ങനൊരു അന്വേഷണം നിങ്ങൾ നടത്തുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നടത്തിയിട്ടുമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ആകെപ്പാടെ ഞെട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആദ്യമായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും നേരെയായി വരാൻ. ഞാനോർത്ത് ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുള്ളതായിരിക്കുമെന്നാണ് വിചാരിച്ചത്. മറിച്ച് ആ രംഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, വിദ്യാഭ്യാസം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ആളുകൾ നടത്തുന്ന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വൈദ്യശാസ്ത്ര സ്ഥാപനങ്ങളും ഉണ്ട്. അയാളുടെ കീഴിൽ, വിദ്യാഭ്യാസമില്ലാത്തവന്റെ കീഴിൽ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ നല്ല തെറി വരെ കേട്ടുകൊണ്ട് പദം അങ്ങനെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. പദം അങ്ങനെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. കാരണം തമിഴ്നാട്ടിലേക്ക് MBBS അഡ്മിഷൻ ചെന്ന് കഴിഞ്ഞാൽ കാലും മേശപ്പുറത്ത് കയറ്റി വെച്ച് ചിലടത്തൊരു പെണ്ണും പിള്ളയോ ഒരു ചെറുപ്പക്കാരനൊരിക്കുകയാണ് യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മത്തി കണക്ക് കൂട്ടിയാണ് കണക്ക് പറഞ്ഞ് സീറ്റ് വാങ്ങിക്കുന്നത്. മത്തിയുടെ കണക്ക് പറയുന്നതിനേക്കാൾ നീചമാണ്. ഞാൻ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കാം. യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവനാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഓണറെ പോയി കണ്ടു കഴിഞ്ഞാൽ അവൻ താമസിക്കുന്നിടത്തുനിന്ന് കിലോമീറ്ററുകൾ അകലെക്കൂടെ പോലും വിദ്യാഭ്യാസം കടന്നു പോകരുതെന്ന് അവന് നിർബന്ധമുണ്ട്. കൃത്യമായ ഏകാഗ്രതയിലാണ് അവൻ കാര്യങ്ങളെ ചെയ്യുന്നത്. അവൻ്റെ കണക്കൊക്കെ വളരെ കൃത്യമാണ്. അവൻ നിങ്ങളുടെ അച്ഛനമ്മമാരോട് കണക്ക് പറയുന്നതൊക്കെ കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. പഠിക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ നിയന്ത്രിക്കുന്നതും നിങ്ങളെ കൊണ്ടുപോകുന്നതൊക്കെ അവൻ വളരെ കൃത്യതയിലാണ്. ഒട്ടേറെ തൊഴിലാളി വൃന്ദങ്ങളുണ്ട്.
വളരെ പഠിപ്പുള്ളവരായ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ അടങ്ങുന്നതാണ് ഒരു വൈദ്യശാസ്ത്ര സ്ഥാപനമാണെങ്കിൽ പോലും അതിലെ തൊഴിലാളി വൃന്ദം. അവരൊക്കെ എങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതോടെ ഇവരെ മുഴുവൻ ഒതുക്കിയെടുത്ത് നിർത്തുന്ന ഏകാഗ്രത എവിടെ നിന്നാണ്? അപ്പോൾ നമ്മുടെ ഏകാഗ്രതയെ വിദ്യാഭ്യാസം കളയുന്നുണ്ടോ? നമ്മുടെ കോമൺ സെൻസിനെ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ നൈസർഗികമായ ചോദനകളെ മാറ്റിമറിക്കുന്നുണ്ടോ? എന്നൊക്കെ വസ്തുനിഷ്ഠമായി ഒന്ന് അന്വേഷിക്കുക കൂടെ ചെയ്യുന്നത് ഉചിതമാണ്. മനസ്സിലായി എന്ന് പറയാമോ? അതല്ല നമ്മൾ കുറെ മഗ് ചെയ്യുക മാത്രമാണോ, കാണാതെ പഠിക്കുക മാത്രമാണോ പരീക്ഷയ്ക്ക്? തന്നിരിക്കുന്ന സിലബസിൽ ഒതുങ്ങി നിന്ന് ഒരു പരീക്ഷയ്ക്ക് വേണ്ടത് മാത്രം പഠിച്ചെടുത്ത് എഴുതി കഴിഞ്ഞാൽ ഉടനെ മറന്നുപോയാലും വേണ്ടില്ല, മാർക്ക് മതി എന്നതിലേക്ക് ഒതുങ്ങുകയാണോ നമ്മുടെ വിദ്യാഭ്യാസം? അതിൻ്റെ മടുപ്പായിരിക്കുമോ ആൺകുട്ടികളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്തള്ളിക്കൊണ്ടിരിക്കുന്നത്? ക്ഷമ കൂടുതൽ പെൺകുട്ടികളിലായതുകൊണ്ട്, അതല്ലെങ്കിൽ അവരുടെ മേലുള്ള സൊസൈറ്റിയുടെ നിയന്ത്രണം കൂടുതലായതുകൊണ്ട് ഇനിയും അവർ പഠിക്കാൻ പോകണോ? ഇത്തരം കാര്യങ്ങളെല്ലാം അപഗ്രഥിച്ച് നോക്കേണ്ടതാണ്. ഏകാഗ്രതയെ പഠിക്കാൻ പോകും. ഇതൊരു ഭാഗമാണ്, ഇതതിൻ്റെ ചരിത്ര ഭാഗമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളതാണോ, ഞാൻ ഉണ്ടാക്കി പറഞ്ഞാണോ? ഉള്ളവ തന്നെയാണോ? ഇങ്ങനെ കാണപ്പെടുന്നുണ്ടോ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എടുത്താൽ അതിന്റെ രജിസ്ട്രാർ നല്ല വിദ്യാഭ്യാസമുള്ളവനായിരിക്കണം. കോപ്പറേറ്റീവ് സെക്ടർ കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് വിദ്യാഭ്യാസം വേണമെന്നില്ല. അതിന് താഴെ സെക്രട്ടറി, അതിന് താഴെ ഓരോ ആളുകളും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ആം ഐ റൈറ്റ്? ആ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപാന്തരപ്പെടുത്തുന്ന സാമാജികന്മാർ വിദ്യാഭ്യാസമുള്ളവരായിരിക്കണമെന്നില്ല. അത് കെട്ടിപ്പടുക്കാൻ പോകുന്നവൻ വിദ്യാഭ്യാസമുള്ളവനായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ വിദ്യാഭ്യാസമുള്ളവരാണ് സാമാജികന്മാർ കൂടിയെങ്കിൽ താമസം വിന അടച്ചുപൂട്ടും. ഇങ്ങനെ പറഞ്ഞത് വിദ്യാഭ്യാസം കഴിയുമ്പോൾ നമ്മുടെ സാമൂഹികത കുറഞ്ഞു വരുന്നുവോ എന്നറിയാനാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. കുറയുവോ? കുറയുവോ? വിദ്യാഭ്യാസം നിങ്ങൾക്ക് കൂടി വരുമ്പോൾ നിങ്ങളുടെ അച്ഛനോട് യോജിക്കാൻ, അമ്മയോട് യോജിക്കാൻ, സഹോദരങ്ങളോട് യോജിക്കാൻ, നിങ്ങൾക്ക് സമാനമായി വിദ്യാഭ്യാസമുള്ളവരോട് യോജിക്കാൻ, കൂടെ ജോലി ചെയ്യുന്നവരോട് യോജിക്കാൻ പറ്റാതെ വരികയും നിങ്ങൾ ഏതാണ്ട് സ്വതന്ത്രരാണ് എന്ന് തോന്നുകയും ഒരു കാര്യവും വിജയകരമായി ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സാമൂഹികമായ ജീവിതം ഇന്ന് സാമാന്യേന വിദ്യാഭ്യാസം കൊണ്ട് വളരുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ലെന്നല്ലേ ഉത്തരം? ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ വിദ്യാഭ്യാസം നമുക്ക് ഏകാഗ്രത തരുന്നില്ല, പലപ്പോഴും ആലസ്യം തരുന്നു, പലപ്പോഴും അതിൻ്റെ ലക്ഷ്യമായിരിക്കുന്ന സാമൂഹിക ബോധം നമുക്ക് നഷ്ടപ്പെടുത്തുന്നു. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ആശയങ്ങൾ പങ്കുവെച്ച് ചെയ്യാനുള്ളത് വളരെ കൂടുന്നത് വിദ്യാഭ്യാസം ഏറ്റവും കുറഞ്ഞ കാലങ്ങളിലാണ്. ഒരു ഹിംസ്ര ജന്തുവിനെ ഓടിച്ചിട്ട് കൊല്ലുവാനോ, അതിൻ്റെ മാംസം പങ്കുവെച്ച് തിന്നുവാനോ, ഒരു പറമ്പിൽ കപ്പയിടുവാനോ, ചേമ്പ് കുഴിച്ചു വെക്കുവാനോ ഒക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത കാലങ്ങളിൽ മനുഷ്യൻ പുലർത്തിപ്പോന്ന കൂട്ടായ്മകളെ മുഴുവൻ ആധുനികമായ നമ്മുടെ വിദ്യാഭ്യാസം നശിപ്പിക്കുകയാണോ ചെയ്തത്? അതല്ല കൂടുതൽ കൂട്ടായ്മ ഉണ്ടാക്കുകയാണോ ചെയ്തത്?
ഈ നശിപ്പിക്കുന്നതിനിടയിൽ നാം അറിയാതെ നമ്മുടെ ഏകാഗ്രത ചോർന്നു പോകുന്നുണ്ടോ? നമ്മളെ ഒരു കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന, മറ്റൊരാളോടുകൂടി യോജിപ്പിക്കുന്ന ഘടകങ്ങൾക്കിടയ്ക്ക് ഏകാഗ്രതാവർദ്ധന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ആലസ്യം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ടോ? ഞാൻ മാത്രമാണെന്ന് പറയുന്ന, ഫ്രീ വില്ലുണ്ട് എന്ന് വിശ്വസിക്കുന്ന തെറ്റായ ഒരു ഘടനയിലുള്ള ജീവിതത്തിലേക്ക് മാറുമ്പോൾ എനിക്ക് ഉറങ്ങണം, എനിക്ക് വെറുതെ ഇരിക്കണം, എനിക്ക് ആ പണി ചെയ്യാൻ പറ്റില്ല, എനിക്ക് മറ്റൊരാളോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തരത്തിൽ സർവനിഷേധത്തിൻ്റെ ഒരു സ്വഭാവം എന്നിൽ അടിഞ്ഞുകൂടുന്നുണ്ടോ? കുട്ടികളായ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളിൽ അങ്ങനെ ഒന്ന് അടിഞ്ഞുകൂടുന്നുണ്ടോ? പഠിക്കാനായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് മിടുക്കരാകാൻ പോയിരിക്കുമ്പോൾ എടുത്തു വച്ച പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നുണ്ടോ? പഠിത്തത്തെ മാറ്റിവെക്കാൻ തോന്നുന്നുണ്ടോ? ഒരു കർമ്മവും ചെയ്യാതിരിക്കുകയും ഇന്നലെ അച്ഛനോട് യോജിച്ച്, അമ്മയോട് യോജിച്ച് കപ്പയ്ക്ക് കിളയ്ക്കാൻ പോവുക, വെള്ളം ചുമക്കാൻ പോവുക, മുറ്റം തൂത്തുവാരാൻ പോവുക, അമ്മ ദോശ ഇടുമ്പോൾ സഹായിക്കാൻ പോവുക, ഇവ ചെയ്ത കാലങ്ങളിൽ വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ച് ലോകോത്തരന്മാരായിത്തീർന്ന തലത്തിലുള്ള ശാസ്ത്രകാരന്മാരും ഒക്കെ സംഭാവന ചെയ്തതിലൂടെയാണ് ഇന്ന് പോകുന്നത്. ഇന്നത്തെ സംഭാവനകളെ, ജനുവിനായിട്ടുള്ളവയെ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന വളർച്ചയുമായി താരതമ്യം ചെയ്താൽ ആ ഗ്രാഫ് വളരെയേറെ താഴേക്ക് പോന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും ഒരു ഗ്രാഫിൽ വരച്ചാൽ. ഒട്ടേറെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഊർജം, വളരെ കർമ്മങ്ങൾ ഒന്നിച്ചാണ് ചെയ്തത്, വളരെ പഠിച്ചത് ആ കൂട്ടത്തിലാണ്. ഇന്ന് ഉന്നത ജോലികളിലിരിക്കുന്ന 45 വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളിൽ ആരോട് പോയി നിങ്ങൾ ചരിത്രം ചോദിച്ചാലും ഇന്ന് നിങ്ങൾ പഠിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളിൽ നിന്നല്ല അവരാരും പഠിച്ചത്. അതിൽ 90% പഠിക്കുമ്പോൾ വൈദ്യുത വിളക്കുകൾ ഉണ്ടായിരുന്നില്ല, ആലക്തിക പ്രകാശം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ ഈ ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചു. അവരാരും 10 കിലോമീറ്റർ വരെയുള്ള ദൂരം പോലും വാഹനത്തിൽ സഞ്ചരിച്ചല്ല പഠിച്ചത്. നിങ്ങളിൽ 99% 1 കിലോമീറ്റർ വരുന്ന ദൂരം പോലും വാഹനത്തിൽ സഞ്ചരിച്ചാണ് പഠിക്കുന്നത്. Am I right? അപ്പോൾ സാഹചര്യങ്ങളും സൗകര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ കൂടുകയാണ് ചെയ്തത്. നിങ്ങളുടെ ഒക്കെ കൈ നോക്കിയാൽ അറിയാം, അതിൽ അല്പം പോലും തഴമ്പില്ല. ഒരു ചൂല് പിടിച്ചതിൻ്റെയോ തൂമ്പ പിടിച്ചതിൻ്റെയോ ഒരു കത്തിയെടുത്തൊരു കറിക്കരിഞ്ഞതിൻ്റെയോ ഒന്നും തഴമ്പുള്ള കുട്ടികളല്ല. Am I right? നോ എന്ന് പറയുന്ന കുട്ടികൾ വിരളിൽ എണ്ണാനേ കാണുള്ളൂ. ഒന്ന് കൈപൊക്കിയാൽ എനിക്ക് ഉപകാരമാണ്. നോ എന്ന് പറയുന്നവർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 പേര് കൈപൊക്കിയിട്ടുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ പോയി നോക്കിയാൽ കൈപൊക്കിയതിൽ 50% തഴമ്പില്ല. കാരണം മറ്റുള്ളവർ കൈപൊക്കുന്നത് കണ്ട് കൈപൊക്കിയത് കൊണ്ട്. ഞാൻ 50% കാര്യമാണ് പറഞ്ഞത്. മറ്റുള്ളവർ കൈപൊക്കുന്നത് കണ്ട് കൈപൊക്കിയത് കൊണ്ട്, അതിന് പോലും ഏകാഗ്രതയില്ലാത്തത് കൊണ്ട്. കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. കാരണം നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴറിയാം മാതാപിതാക്കളോടൊപ്പം പണിയെടുത്തിട്ട് വരുന്ന കുട്ടികളെ, മാതാപിതാക്കൾ പണിയെടുക്കാൻ അനുവദിക്കുന്ന കുട്ടികളെ. ചടങ്ങിന് കൈപൊക്കിയത് കൊണ്ട് കാര്യമില്ല. കാരണം ഇന്ന് ഏതെങ്കിലും കുട്ടി മാതാപിതാക്കളോടൊപ്പം പണിയെടുക്കുന്നുവെങ്കിൽ ഒന്നുകിൽ ഞാൻ വളർന്നതുപോലെ എൻ്റെ കുട്ടി വളരണമെന്ന് നിർബന്ധമുള്ള മാതാപിതാക്കളുടെ കുട്ടികൾ അത്രയും കഷ്ടപ്പെടണം. പക്ഷെ അവരിഷ്ടപ്പെട്ടല്ല പണിയെടുക്കുന്നത്. കൂട്ടുകാരും പണിയെടുക്കാതിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മാത്രം ഒരു ദുഷ്ടനാണെന്ന വിചാരത്തോടുകൂടി തന്നെയാണ് പണിയെടുക്കുന്നത്.
എൻ്റെ അമ്മ ഒരു ദുഷ്ടയായതുകൊണ്ടാണ് എന്നെ ഇട്ട് പണിയിപ്പിക്കുന്നത്, എൻ്റെ കൂട്ടുകാരികൾ ആരും പണിയെടുക്കുന്നില്ല, വിചാരത്തോടുകൂടിയാണ് നല്ലൊരു ശതമാനവും പണിയെടുക്കുന്നത് എന്ന് തന്നെയല്ല, അങ്ങനെ പണിയെടുക്കുന്നത് ഇഷ്ടത്തോടെ അല്ലാത്തതുകൊണ്ട് ഏകാഗ്രത നഷ്ടപ്പെടുകയും ചെയ്യും. അല്പം പോലും ഏകാഗ്രത പിന്നെ കിട്ടില്ല. ഇനി അങ്ങനെ പണിയെടുക്കുന്നതിൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന വീട്ടുകാർ ആ തന്തയോടും തള്ളയോടും വഴക്കുണ്ടാക്കാതിരിക്കില്ല. ശരിയല്ല? കാരണം ഇങ്ങനെയാ പിള്ളേരെ വളർത്തുന്നത്. നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ? ആ കൊച്ചിനായിട്ട് എന്തെല്ലാം ഏൽപ്പിക്കുന്നത്? ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ കേസ് കൊടുക്കും. Am I right?